ഒന്നുമില്ലാനോ, ഒന്നുമില്ല. നിന്റെ അമ്മയെ കണ്ടെത്താനായി ഞങ്ങൾ നിന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോഴെല്ലാം നീ തയ്യാറാവുന്നില്ല. അപ്പോ അമ്മ മാത്രമല്ല നിന്റെ ദുഃഖത്തിന്റെ കാരണം. ആക്ച്വലി എന്താ നിന്റെ പ്രോബ്ലം? ഫിനാൻഷ്യൽ ക്രൈസിസ് ആണോ നിന്റെ പ്രോബ്ലം? എടാ, നിനക്ക് സാമ്പത്തികമായ എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടോ? ഉണ്ടെങ്കിൽ പറ, ഞാനത് പരിഹരിച്ചു തരാം. ഇത് ഞാൻ സൈൻ ചെയ്ത ബ്ലാങ്ക് ചെക്ക്. ഇതിലിഷ്ടമുള്ള തുക നിനക്ക് എഴുതിയെടുക്കാം. 400 കോടി എൻ്റെ അക്കൗണ്ടിലുണ്ട്. എൻ്റെ അച്ഛൻ എനിക്ക് തന്ന സമ്പാദ്യം. ഇതിലിഷ്ടമുള്ള തുക നിനക്ക് എഴുതിയെടുക്കാം. എന്നിട്ട് ഇഷ്ടമുള്ള എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നിനക്കൊരു വീട് വെക്കാം. അവിടെ നീ നിന്റെ അമ്മയും കൊണ്ടുപോയി താമസിക്കേ. അമ്മയെ കണ്ടെത്തുമ്പോ പോകാനൊരു ഇടമില്ലാത്തതാണ് നിന്റെ ദുഃഖമെങ്കിൽ ആ ദുഃഖത്തിന് ഇതൊരു പരിഹാരമാവും. ഇതിൽ നീ എത്ര വലിയ തുക എഴുതിയെടുത്താലും എനിക്കതൊരു പ്രശ്നമല്ല. കുറച്ചുനാള് ദുഃഖത്തിന്റെ മടിത്തട്ടിൽ വീണുപോയ എന്നെ രക്ഷപ്പെടുത്തിയവനാ നീ. നീ ഇല്ലായിരുന്നെങ്കിൽ ആ വീട്ടിൽ എന്റെ ജീവിതം തകർന്നു പോവായിരുന്നു. ആ ദുഃഖത്തില് എനിക്ക് സന്തോഷം തന്ന നീ ഇന്ന് ദുഃഖിതനായിരിക്കുന്ന കാണുമ്പോ എനിക്ക് വിഷമം തോന്നുന്നു. നീ സന്തോഷമായിട്ടിരിക്കാനാ ഞാൻ ആഗ്രഹിക്കുന്ന. ഞാൻ മാത്രമല്ല, എന്റെ ഫ്രണ്ട്സും അതാ ആഗ്രഹിക്കുന്ന. ഇത് നീ വാങ്ങണം ആരവ്. ഇത് കൊണ്ടുപോയി അമ്മയുമായിട്ട് നീ സന്തോഷത്തോടെ ജീവിക്കണം ഏതെങ്കിലും നാട്ടില്. തന്റെ മുഴുവൻ സമ്പത്ത് ഞാൻ എഴുതിയെടുത്താ താൻ എന്ത് ചെയ്യും? ഞാൻ സന്തോഷിക്കും. നിന്റെ ദുഃഖം മാറുമല്ലോ, അതാ എന്റെ സന്തോഷം. ഹനു, താൻ തെറ്റാ ചെയ്യുന്ന. നിന്നെ സഹായിക്കുന്ന എങ്ങനെ തെറ്റാവുന്ന? മിണ്ടരുത്. സഹായം പോലും പണം കൊടുത്ത് സഹായം വിലയ്ക്ക് വാങ്ങുന്നവളാണോ നീ? എന്നാ ഞാൻ അങ്ങനെ ഒരാളല്ല. ഞാൻ ചെയ്യുന്ന സഹായങ്ങൾക്ക് ആരിൽ നിന്നും പ്രതിഫലം വാങ്ങാറില്ല. പ്രതിഫലം തരുന്നവരോട് എനിക്ക് പുച്ഛമാ. തന്റെ അറിവില്ലായ്മ കൊണ്ട് താനിത് ചെയ്തു. ഞാനിതിന് അങ്ങനെ കാണുന്നുള്ളൂ. അനു, സൗഹൃദങ്ങൾക്ക് പണത്തിനും അപ്പുറം മഹനീയമായ ഒരു സ്ഥാനമുണ്ട്. സൗഹൃദത്തിന്റെ ശക്തി മനസ്സുകളുടെ കൂട്ടായ്മയാ. അതിൽ പണത്തോടുള്ള ചിന്ത കൂടിക്കലർന്ന ആ സൗഹൃദങ്ങളെല്ലാം യാന്ത്രികമാവും. ഞാൻ തന്നെ തന്റെ വീട്ടിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് നമ്മുടെ കൂട്ടുകാരുടെ ദുഃഖവും നിസ്സഹായ അവസ്ഥയും പിന്നെ അവര് നിനക്ക് വേണ്ടി സ്വയം ആപത്ത് ചെന്ന് ചാടുന്നതും ഒഴിവാക്കാൻ വേണ്ടിട്ടാ. ആ സൗഹൃദത്തിന്റെ മറുപുറം പണമല്ലനോ. പല നല്ല സൗഹൃദങ്ങളും നശിക്കുന്നത് പണം കാരണമാ. നിങ്ങളിൽ നിന്ന് കുറച്ച് പണം കിട്ടാനല്ല ഞാൻ നിങ്ങൾക്കൊപ്പം കൂട്ടുകൂടിയത്. നമ്മുടെ സൗഹൃദത്തിന്റെ അളവുകോല് ഒരിക്കലും പണം ആവരുത്.
നമ്മുടെ സൗഹൃദത്തിന്റെ ആഴം കണ്ടു. അത്ര ആഴത്തിലേക്ക് ഞാൻ സഞ്ചരിച്ചു പോയിരുന്നില്ല. ചെയ്തത് തെറ്റാണെങ്കിൽ എന്നോട് ക്ഷമിക്കണം. സോറി. ഞാൻ കണ്ടത് നിന്റെ ദുഃഖമാണ്. അവിടെ നിന്റെ വലിയ